യാത്രയില് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ജിനിൽ സാറിനെ പോലുള്ള ഒരുപാട് പ്രഗത്ഭന്മാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഹൈറിച്ച് കുടുംബം അല്ലെ ജിൻസ്? അപ്പൊ നമ്മളൊരു കുടുംബം ഒരു യാത്ര പോകുമ്പോൾ എങ്ങനെ പോകണം? ഒരേ മനസ്സോട് കൂടി പോകണോ അതോ പല മനസ്സുകളിൽ പോകണോ? എങ്ങനെ പോകണം? അതെങ്കിലും ഒന്ന് ഒരേ മനസ്സോട് കൂടി നമ്മൾ ഒരുമിച്ച് പോകാൻ ഒരേ മനസ്സോട് കൂടി എങ്ങനെ പോകണം? പോരാ, എങ്ങനെ പോകണം? ഒരേ മനസ്സോട് കൂടി. അപ്പം നമ്മൾ പോകുന്ന ആ ഒരു താളവും നിങ്ങളുടെ കൈയടിയുടെ താളവും ഒക്കെ ഒരുമിച്ചാവണം. ഇവിടെ ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക്കിനനുസരിച്ച് ഒന്ന് കൈയടിക്കും എല്ലാവരും. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഒന്നുകൂടെ യെസ് ഓർ നോ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി ഇനിയും കൂടി വരണം. മ്യൂസിക് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മ്യൂസിക് വരും, അതിനനുസരിച്ച് കൈയടിക്കുക. പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. റെഡി? പോയോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പോൾ മ്യൂസിക് സ്റ്റാർട്ട്. ഒന്ന് കൈയടിച്ചേ. ഓളയും കയറിക്കോട്ടെ. നന്നായിട്ട് കയറിക്കാം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഇരിക്കണ്ട. എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വെക്കാം. എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടായിരിക്കോ? ഒന്ന് ചാടിക്കേ. എല്ലാവരും ചാടിക്കേ. കാണണം, മടിച്ചിരിക്കാൻ പാടില്ല. കാരണം ഹൈറിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പോകേണ്ട കാര്യം മടി എന്നുള്ളതാണ്. ഒന്ന് ചാടിക്കുക എല്ലാവരും. ശബ്ദം ഉണ്ടായിക്കൊണ്ട് ആർത്ത് വിളിക്കുക, കൂടി വിളിക്കുക, വിസിലടിക്കുക. പോരാ, ഇവിടെ ആരും ചാടുന്നില്ല. എല്ലാവരും ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു ഉഷാറായിരിക്കും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഒന്ന് യെസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്ന് കൈ കൊടുത്ത് ഉഷാറാവുക, പേര് പറയുക, എല്ലാം ചെയ്യാം. യെസ്, നമ്മൾ ഹൈറിച്ച് ഫാമിലിയാണ്. ഒരു ഫാമിലിയുള്ള എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന ഈ ഒരു ലീഡേഴ്സ് സമ്മിറ്റ് ആൻഡ് BOP ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം എന്തും ഏതും